ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1816 ദിവസമായ ഇന്ന് 2026 മെയ് മാസം 5 ചൊവ്വാഴ്ച. 1201 ആണ്ട് മേടമാസം 22 ഗുരുവചനങ്ങളിലൂടെ ലോകത്തിൽ ജീവിച്ച് ലോകർക്ക് വേണ്ടി വേല ചെയ്യുന്നതിന് ആവശ്യമായ ത്യാഗവും ധൈര്യവും സത്യാസത്യ വിവേകവും ഉണ്ടാകാൻ ആവശ്യം വേണ്ടതായ വിജ്ഞാനത്തെയാണ് വേദാന്തമൂല്യം സിദ്ധാന്തിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 3 ഗുരുക്കന്മാർ എന്ന് വിവരിക്കുന്നതിൻ്റെ 25-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പാശ്ചാത്യ തത്വചിന്തയുടെ ചരിത്രത്തിന് ഇതുപോലെ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അനുപൂരകമായിട്ടുണ്ടായിട്ടുള്ള യോഗാത്മകമായ തത്വാവിഷ്കാരങ്ങളുടെ പരമ്പരയെന്ന നിലയിൽ ഒരു ക്രമപ്രവൃത്തതയുള്ളതായി കാണാൻ കഴിയും. അതുപോലെ ഭാരതത്തിലെയും ഈ ദാർശനിക സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നത് അന്യോന്യം ആശ്രയിച്ചാണ്. ഇങ്ങനെയുള്ള ദർശനങ്ങളെയെല്ലാം ഒരു ഉൾക്കാഴ്ചയോടുകൂടി കൂട്ടിയിണക്കിയാൽ ദർശനങ്ങളുടെ ഒരു മാല കിട്ടും. നാരായണ ഗുരു ദർശനമാല എഴുതിയതിലും അതിനു മുമ്പ് ശങ്കരാചാര്യരുടെ അനുയായികളാരോ സർവദർശന സിദ്ധാന്ത സംഗ്രഹം എഴുതിയതിലും ഇമാതിരിയുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. മാധവാചാര്യർ സർവദർശന സംഗ്രഹം എന്ന പേരിൽ ഇത്തരമൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.